അടുത്ത അവാർഡ് സെറ്റ് നൽകാനായിട്ട് ശ്വേത ചേച്ചിയെ ഒന്ന് വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. മാഡം പ്രസിഡന്റ്, വെൽക്കം. ഓക്കെ, ശ്വേത ചേച്ചിയോടൊപ്പം ഈ അവാർഡ് നൽകാനായി, ഒപ്പം ക്യാഷ് പ്രൈസ് കൂടി നൽകാനായിട്ട്, let me call on stage the Managing Director of Life Planner Studies and Opportunities Private Limited, Mr. Sujin C. Cherian. നമുക്ക് അദ്ദേഹത്തിനുള്ള ഒരു ആദരം നൽകാം. Sujin, again, thanks a lot for the wholehearted support that you're giving Amrita TV and the Digital Media Awards. അടുത്ത കാറ്റഗറി ഇസ് ദ പോപ്പുലർ മോട്ടിവേറ്റർ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വീഡിയോയുടെ എക്സേർപ്സ് കണ്ടാൽ തന്നെ നമുക്ക് വല്ലാത്തൊരു മോട്ടിവേഷൻ തോന്നുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനാണ് നമ്മൾ ഇന്ന് ഈ അവാർഡ് നൽകുന്നത്. None other than അഭിഷാദ് ഗുരുവായൂർ. നെഗറ്റീവ് വൈബുകളെ പൊളിച്ചടുക്കി പോസിറ്റിവിറ്റിയുടെ ഫുൾ ഡോസ് തരുന്ന മോട്ടിവേഷൻ ഗുരു. സ്വപ്നം കാണാനും അത് സ്വന്തമാക്കാനുമുള്ള വഴി കാട്ടുന്ന, വാക്കുകൾ കൊണ്ട് മാജിക് തീർക്കുന്ന, പലരുടെയും ജീവിതത്തിൽ ലൈഫ് ചേഞ്ചിങ് മൊമെന്റുകൾ സൃഷ്ടിച്ച മോട്ടിവേഷണൽ സ്പീക്കർ. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാത്ത ഒരു യൂത്ത് പോലും ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല. മലയാളികളുടെ ഇൻസ്പിരേഷൻ ഹീറോ. സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് കാഴ്ചക്കാർ കണ്ട് വൈറലാക്കിയ ഇൻസ്പിരേഷൻ റീലുകളിലൂടെയും വീഡിയോകളിലൂടെയും പോപ്പുലറായ സൂപ്പർ സ്പീക്കർ, ഗുരുവായൂരപ്പന്റെ സ്വന്തം നാട്ടുകാരൻ. ബെസ്റ്റ് മോട്ടിവേഷണൽ സ്പീക്കർ പോപ്പുലർ 2025 അഭിഷാദ് ഗുരുവായൂർ. The Best Popular Motivator Award. And Mr. Sujin C. Cherian to do the honors of giving the cash prize. അഭിമാനം, സന്തോഷം, വലിയ സന്തോഷം. മോട്ടിവേഷൻ എല്ലായിടത്തും വർക്കാവില്ല. ഞാനൊക്കെ ഇന്നലെ ഒരു പേരന്റ് എഴുന്നേറ്റെന്ന് ചോദിച്ചു, ഈ പ്രായത്തിലുള്ള മക്കള് പറഞ്ഞത് അനുസരിക്കുന്നില്ല, അപ്പൊ എന്ത് ചെയ്യണം സാറിന് ഒരു ടിപ്പ് പറഞ്ഞു തരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി പറഞ്ഞു കൊടുത്തു. അതായത് ഓർഡർ ഇടുന്നതിന് പകരം ഡിസ്ക്രൈബ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ അവരോട് ഒരു കാര്യം ആജ്ഞാപിക്കുന്നതിന് പകരം പ്രശ്നം എന്താണെന്ന് പറയാം. ഉദാഹരണത്തിന്, വിരുന്നുകാർ വരുന്നു, അമ്മ അല്ലെങ്കിൽ അച്ഛൻ ചിക്കൻ പൊരിച്ചു വെക്കുന്നു. അപ്പൊ കുട്ടി വന്നിട്ട് അതിൽ നിന്ന് ഒരു ചിക്കൻ എടുക്കുമ്പോൾ അമ്മ പറയും വെക്കേ എന്ന് പറഞ്ഞാൽ ഒരു ടീനേജിലുള്ള പയ്യൻ വെക്കാൻ സാധ്യതയില്ല. അതിന് പകരം പ്രശ്നം എന്താണെന്ന് പറയാം. മോനു, അമ്മാവനാണ് വരുന്നത്, ആർത്തി പണ്ടാരമാണ്, എക്സ്ട്രാ ചോദിച്ചാൽ കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിടെ വെക്കും. കാര്യം മനസ്സിലാവും എന്ന് പറഞ്ഞ് ഞാനിവിടെ പോന്നു. ഇന്ന് 11 മണിക്ക് ആ അമ്മ എന്നെ വിളിച്ചു, സാറേ ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ചിക്കന്റെ പരിപാടി പൊളിഞ്ഞു, കാരണം ചെക്കൻ അവിടെ വെച്ചില്ല. ഞാൻ പറയാം, അത് അമ്മാവനും മോനും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും. എല്ലായിടത്തും ചിലപ്പോൾ മോട്ടിവേഷൻ വർക്കാവില്ല, പക്ഷെ ചില സ്ഥലത്ത് ചില വാക്കുകൾ ചിലവരൊക്കെ ഇൻസ്പയർ ചെയ്യും. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഓടി വന്നിട്ട് ചിലവരൊക്കെ കെട്ടിപ്പിടിക്കും. ചില സന്ദർഭങ്ങളിൽ ഒരു തട്ട്, ആർക്കും ആരെയും മോട്ടിവേറ്റ് ചെയ്യാം. ഇപ്പം എനിക്കാ മോട്ടിവേഷൻ കിട്ടിയത്. ഇത്രയും ആളുകളെ കാണുമ്പോൾ നമ്മളൊക്കെ ഇനി വളരാനുണ്ട് കുറെ എന്ന് ഒരു മോട്ടിവേഷൻ ഇവിടുന്ന് കിട്ടി. താങ്ക്സ് a lot. Please keep motivating. അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും വർക്കായാലും കുഴപ്പമില്ല. താങ്ക് യു അഭിഷേക്. താങ്ക് യു. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ.